കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നേ ദിവസം മുറ്റത്തെ കൺവെൻഷനായി ഇവിടെ പ്രാർത്ഥിച്ച് ആരംഭിക്കുവാൻ ദൈവം സഹായിച്ചു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ്. നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എൻ്റെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രധാനമായി ഒരു പദമാണ് ഞാൻ എടുക്കുന്നത്, നീ ദൈവത്തിൻ്റെ ദാനം. ഞാൻ ഈ ശബ്ദ സംവിധാനത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രതിനിധീകരിക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ ഈ വാക്യത്തിൻ്റെ ബന്ധത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ദൈവത്തിൻ്റെ ദാനമാകുന്നു. ഈ സുവിശേഷ ഘോഷണത്തിന് വേണ്ടി ഈ സ്ഥലം നമുക്ക് അനുവദിക്കപ്പെട്ടതും അവർ ദൈവത്തിൻ്റെ ദാനമായതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ശബ്ദ സംവിധാനത്തിൻ്റെ എല്ലാ ക്രമീകരണങ്ങളിലും ഒരു കൃത്യനിർവഹണം സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഇവിടെ വചനം കേൾക്കാൻ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ദാനമാകുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ദാനമാകുന്നു എന്ന തിരിച്ചറിവിലേക്ക് ഒരു ചിന്തയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ സംഭവത്തിൻ്റെ ബന്ധത്തിൽ പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തുവും ഒരു ശമരിയ സ്ത്രീയുമായി സംഭാഷിക്കുന്ന ഒരു വിഷയത്തിൽ ആ സംഭാഷണ മധ്യത്തിൽ യേശുവിനോട് സഹോദരി ചോദിക്കുന്ന ചോദ്യത്തിനും യേശു നൽകുന്ന വ്യക്തമാകുന്ന മറുപടിയുമാണ് പ്രധാനപ്പെട്ട നിരവധി ചിന്താ വിഷയങ്ങൾ. ഒന്നാമതായി സൂചിപ്പിച്ചത് ദൈവത്തിൻ്റെ ദാനമാകുന്നു എന്ന് നമ്മൾ അറിയുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യാദികൾ ഇതിനെ ആകത്തുകയായി ഞാൻ മനസ്സിലാക്കി. യേശുവിനോട് സഹോദരി ചോദിക്കുന്നതും യേശു ആ സഹോദരിയോട് മറുപടി നൽകുന്നതും മനസ്സിലാക്കുമ്പോൾ ഇവിടെ സഹോദരിയെ സംബന്ധിച്ച് ചില ചിന്തകൾ ഭരിക്കുന്നുണ്ടായിരുന്നു. ആ ചിന്തകളിൽ ചില ധാരണകൾ ഉണ്ടായിരുന്നു. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ആ ചിന്തകൾ അബദ്ധ ചിന്തകളും അബദ്ധ ധാരണകളുമാകുന്നു. അങ്ങനെയെങ്കിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കണം, ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ ദൈവവും മനുഷ്യനുമായുള്ള നമുക്ക് അല്ലെങ്കിൽ എനിക്ക് എന്നോടുള്ള ചിന്തകളിൽ ചില വിഷയത്തിൻ്റെ മധ്യത്തിൽ ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ചിലത് അബദ്ധ ചിന്തകളാകുന്നെന്നും ചില അബദ്ധ ധാരണകളാകുന്നുവെന്ന് നിങ്ങൾ അറിയണം. 4-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ യേശുവുമായി സംസാരിക്കുമ്പോൾ യേശു ആ സഹോദരനോട് പറയുന്നത് നീ ദൈവത്തിൻ്റെ ദാനമാകുന്നു എന്ന മറുപടിയെങ്കിൽ ഈ സഹോദരിയെ സംബന്ധിച്ച് ഒരു ദൈവത്തിൻ്റെ വിശ്വാസി എന്ന ചില കാര്യാദികൾ ഭിന്നത്തിൽ വായിച്ചാൽ മനസ്സിലാകുന്നു. എന്നാൽ ആ ചിന്തകൾക്കപ്പുറമായി യേശു ആ സഹോദരിയെ ബോധ്യപ്പെടുത്തുകയാണ്. കുറച്ച് അബദ്ധ ധാരണകൾക്കും അബദ്ധ ചിന്തകൾക്കും മാറ്റം കൊടുത്തുകൊണ്ട് ആ സഹോദരിയെ ബോധ്യപ്പെടുത്തുന്നു, മനസ്സിലാക്കിപ്പിക്കുന്നു, നീ ദൈവത്തിൻ്റെ ദാനമാകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് സ്ത്രീയായി പുരുഷനായി നിങ്ങൾക്ക് ജീവിക്കാൻ അവസരമുണ്ടാകുമ്പോൾ ഇതര മതവിഭാഗത്തിൽ ഇതര ജാതിക തലങ്ങളിൽ ഇതര പ്രായവ്യത്യാസങ്ങളിൽ ഞാനും നിങ്ങളും ജീവിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങൾ നമ്മുടെ മുൻപാകെ നിൽക്കുന്നു എന്നതല്ലേ. എനിക്കെന്നെക്കുറിച്ച് ചോദ്യമുണ്ട്, എനിക്കെൻ്റെ വീട്ടുകാരെക്കുറിച്ച് ചോദ്യമുണ്ട്, എനിക്കെൻ്റെ രക്തബന്ധങ്ങളുണ്ട്. അതിന് ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, മക്കളായിരിക്കാം, നാട്ടുകാരായിരിക്കാം, മറ്റ് ബന്ധുക്കളായിരിക്കാം. എനിക്കെന്നെക്കുറിച്ചെന്ന് പറയുമ്പോൾ എൻ്റെ ജീവനെക്കുറിച്ചും എൻ്റെ ശരീരത്തെക്കുറിച്ചും എൻ്റെ ഭാവിയെക്കുറിച്ചും അതെല്ലാം ഇതിൽപ്പെടുന്നു. എന്നെക്കുറിച്ചുള്ള ആകത്തുകയായ ചിന്ത. എനിക്ക് എൻ്റെ ദൈവത്തെക്കുറിച്ച് ചിന്തയിൽ ദൈവത്തോടും ചോദ്യങ്ങളുണ്ട്. അങ്ങനെ നിങ്ങൾ ഓർക്കുക, ജീവിതത്തിൽ നിരവധി ചോദ്യങ്ങളുടെ മുഖത്ത് നിൽക്കുന്ന നാം
ചില ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാതെ നിൽക്കുന്നവരാകുന്ന നാം, ചില ചോദ്യങ്ങൾ ഉത്തരം കൊടുക്കുന്ന നിങ്ങൾ ജീവിതത്തിൻ്റെ അവസാന നിമിഷം എത്തുന്ന നിമിഷം വരെയും ചോദ്യങ്ങളോട് കൂടി ജീവിക്കേണ്ടി വരുന്ന ജീവിതാനുഭവമുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് പിന്നിൽ എന്നെയും നിങ്ങളെ ഭരിക്കുന്ന ചിന്തകളാകുന്നു. ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന പല വിഷയത്തിൻ്റെ മുഖത്തുണ്ടാകുന്ന ചിന്തകളാകുന്നു. ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ സഹോദരിയെ സംബന്ധിച്ചുണ്ടാകുന്ന പൊതുവെയുള്ള ചിന്തകളിൽ ഒന്ന് വായിച്ച് 4:9 ശമരിയ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമര്യക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, ഈ വാക്യങ്ങൾ വായിച്ചു പഠിക്കുമ്പോൾ ശമരിയ സ്ത്രീ യേശുവിനോട് ചോദിക്കുന്നത്, നീ യഹൂദനായിരിക്കെ ശമരിയ സ്ത്രീ ആയിരിക്കുന്ന എന്നോട് എങ്ങനെ കുടിപ്പാൻ ചോദിക്കുന്നു? അവളുടെ ചോദ്യം ന്യായമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ യഹൂദരും ശമരിയും തമ്മിൽ അന്നത്തെ സാഹചര്യം ഒരു അകൽച്ച അവരുടെ ഇടയിലുണ്ട്. ജാതിക തലങ്ങളിൽ ഒരു അകൽച്ചയുണ്ട്. യഹൂദനും ശമരിയും തമ്മിൽ യാതൊരുവിധ സമ്പർക്കമില്ല. ആശയപരമാകുന്ന ഒരു തരങ്ങളിലും യാതൊരുവിധ ബന്ധമില്ലാത്തത് അവിടെ ചിന്തയിൽ സ്വാഭാവികമായി ജാതിക വ്യവസ്ഥയുടെ ബന്ധത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു രീതികൾ. ഇവിടുത്തെ ജാതി വ്യവസ്ഥയിൽ മനുഷ്യനെ മാറ്റി നിർത്തപ്പെടുന്ന ചില വിഷയങ്ങൾ 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി അർദ്ധരാത്രിക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. കേരളത്തിൽ നമ്മൾ പാർക്കുമ്പോൾ കാലഘട്ടങ്ങൾ മാറി വന്നിട്ടും ഇവിടുത്തെ ജാതി വ്യവസ്ഥയ്ക്ക് മാറ്റമില്ല. ക്രൈസ്തവരുടെ ഇടയിൽ പോലും ഇത് ഇപ്പോൾ അധികമായി കൂടി വന്നിരിക്കുക. ന്യായമായൊരു ചോദ്യം ചോദിക്കുന്നത്, സ്നേഹിത, ഞാൻ പ്രസംഗിക്കുന്ന യേശു നീ ഏതു ജാതിക്കാരനെന്ന് ചോദിച്ചിട്ടില്ല നിനക്ക് വേണ്ടി രക്ഷ തരുന്നത്. ഇവിടുത്തെ കറുത്തവനും ഇവിടുത്തെ വെളുത്തവനും ഇവിടുത്തെ പൊക്കം കൂടിയവനും ഇവിടുത്തെ പൊക്കം കുറഞ്ഞവനും പണ്ഡിതനും പാമരനുമൊക്കെയും കുടിൽ തൊട്ട് കൊട്ടാരം വരെ പാർക്കുന്ന ഏത് മനുഷ്യന് രക്ഷയാകുന്ന യേശുവിൻ്റെതാകുന്ന മാർമിക സത്യത്തെക്കുറിച്ചുള്ള ബോധം നിന്റെ ചിന്തയിലേക്ക് ഒരു സുവിശേഷകൻ കയറ്റിവിടുമ്പോൾ അത് കേൾക്കാൻ, അനുസരിക്കാൻ, അതിൻ്റെ മുൻപാകെ സമർപ്പിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ കുലം നോക്കാതെ, നിന്റെ മതം നോക്കാതെ, നിന്റെ യാതൊരുവിധ ജീവിതത്തിന്റെ അവസ്ഥകൾക്കും നോട്ടം വെക്കാതെ വണ്ണ് അവൻ നിന്നെ മാറോട് ചേർത്ത് നിർത്തി നിന്റെ വിഷയത്തിന് പരിഹാരം തരാൻ ഉലകത്തൊരു മാർഗമായിരിക്കുന്ന, മാർഗദർശിയായിരിക്കുന്ന ഒരു വ്യക്തിത്വത്തെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെങ്കിൽ ഈ പ്രഭാഷണത്തെ അവസാനിക്കാൻ ഞാൻ സന്നദ്ധരാകുന്നു. സ്നേഹിത, അതിൽ ഞങ്ങൾക്ക് ശക്തമായി വിളിച്ചു പറയാൻ കഴിയുന്ന യേശു എത്രയോ ശ്രേഷ്ഠനാണ്. ഈ ക്രൈസ്തവരുടെ ഇടയിൽ പോലും ജാതിക വിഷയത്തിനകത്ത് വേർതിരിവുണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിന്റെ മാഹാത്മ്യങ്ങൾ നിരവധി ഞങ്ങൾക്ക് ഘോഷിക്കാനുണ്ടെങ്കിൽ ആ സുവിശേഷത്തിന്റെ മാഹാത്മ്യത്തിൽ ഘോഷിക്കപ്പെടുന്ന നിരവധി പ്രത്യേകതകൾ ഒന്നാകുന്നു, ഒരു മനുഷ്യന്റെ ഈസങ്ങളും അവന്റെ പ്രൗഢികളും നോക്കാതെ, അവന്റെ ജാതികളും നോക്കാതെ യേശു എന്ന് പറയുന്ന വ്യക്തിയെ സ്വീകരിക്കാൻ ഹൃദയം തുറന്നു കൊടുക്കുന്ന മനുഷ്യന്റെ അവസ്ഥകൾക്ക് മാറ്റം കൊടുക്കുവാൻ, അതേ ചിന്താഗതിക്ക് നീ മാറ്റം നിനക്ക് വരുത്തുവാൻ മനസ്സുണ്ടെങ്കിൽ അത് നിന്റെ ചിന്തകൾക്ക് മാറ്റം വരുത്തി, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തി. യേശു ജാതിക വിഷയത്തിനകത്തുള്ളവനല്ലാത്തത് കൊണ്ട്, അതേ പിറന്നവൻ യഹൂദൻ എന്നുള്ള രീതിയിലാണെങ്കിൽ അവൻ യഹൂദ മതവിഭാഗത്തിൽ പെട്ടവരെ മാത്രം രക്ഷിക്കുന്നവനല്ല, മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരമായി ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പേ കാൽവരിയിൽ ഒരുവൻ യാഗമായപ്പോൾ അവന്റെ യാഗത്തിൽ അവസാന തുള്ളി രക്തം വരെ കാൽവരിയുടെ മണ്ണിൽ ഒഴുക്കിയപ്പോൾ ആ രക്തത്തിന് പറയാനുണ്ട്, ലോകത്തിലെ വിവിധ ജാതി മതവിഭാഗത്തിൽപ്പെട്ട സകല മനുഷ്യന്റെ പാപത്തിന് പരിഹാരമാണെന്നേ. അപ്പോൾ ഈ സഹോദരി ചോദിച്ച ചിന്തയിൽ, അവളുടെ ചിന്തയിൽ ശരിയെന്ന് തോന്നിയ വസ്തുതയിൽ അടുത്ത് നിൽക്കുന്ന യേശു
ജാതിക വിഷയത്തിനൊക്കെ വേർതിരിച്ച് നിർത്താത്തവൻ എന്നുള്ള ബോധ്യത ഇവളില്ലാത്തത് കൊണ്ട് സാധാരണ ചിന്തയിൽ യഹൂദനും ശമരിയും തമ്മിൽ യാതൊരുവിധ സമ്പർക്കമില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവൾ പറയൂ, നീ യഹൂദനായിരിക്കെ സാധാരണ ശമരി ശിരയായിരിക്കുന്ന എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നു എന്ന് അവൾ ചോദിച്ചു. പക്ഷെ അവൾക്കറിയത്തില്ല യേശു ഇത്തരം ചിന്താഗതിയുടെ മധ്യത്തിൽ ഒരു മനുഷ്യനെ വിടിവിക്കുന്നതാകുന്നു എന്നുള്ള അവസ്ഥ. ആ ചിന്താഗതിയിൽ അല്ലാതെ വണ്ണം എല്ലാ മനുഷ്യരെയും വിടിവിക്കുന്നു എന്നുള്ള ബോധ്യത ഭിന്നത്തിലാണ് ഈ സഹോദരിക്ക് മനസ്സിലായത്.